അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട KNM, ISM, MSM, MGM പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, തൗഹീദ് മോക്ഷത്തിൻ്റെ നേർവഴി എന്ന തലക്കെട്ടിൽ KNM എറണാകുളം ജില്ല പ്രഖ്യാപിച്ചിട്ടുള്ള ക്യാമ്പയിൻ്റെ പ്രചാരണ ഉദ്ഘാടന വേദിയിലാണ് നാം. ഇതൊരു തുടക്കം മാത്രം. ഇതിനോടനുബന്ധിച്ച് നമുക്ക് ഓരോരുത്തർക്കും നിർവഹിക്കാൻ സാധിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നതാണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അള്ളാഹു നമ്മളോടൊക്കെ നിർദ്ദേശിക്കുന്നത് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, മതം അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ ആരാധിക്കുവാനാണ്. ആ നിഷ്കളങ്കത, അതിൽ കളങ്കം ചാർത്തപ്പെടുന്ന സാഹചര്യങ്ങളിലാണ് അള്ളാഹു ഈ ലോകത്തേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. ആ പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് നിർവഹിച്ച ദൗത്യം എന്താണോ, ആ ദൗത്യമാണ് നാം ഓരോരുത്തരും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മാർഗത്തിൽ നമ്മളെ ചേർത്ത് നിൽക്കുക എന്നതാണ് എന്നും KNM എന്ന മഹത്തായ പ്രസ്ഥാനം ചെയ്തു വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായി നമ്മൾ അണിചേരുക. സമയം കുറവാണ് എന്ന് സൂചിപ്പിച്ചതുകൊണ്ട് മാത്രം ചുരുക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ പ്രവർത്തകൻ അബ്ദുൽ ഗഫൂർ സാഹിബ്, ഞങ്ങൾ ഒരുമിച്ചാണെന്ന് വണ്ടിയിൽ 2 വീലറിൽ വന്നത്. ഏകദേശം മഗ്‌രിബിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. ഇശാക്ക് 8:30 തീരാറായ സന്ദർഭത്തിലാണ് ഒരെണ്ണം കൂടി ഓപ്പോസിറ്റ് ഭാഗത്ത് കെട്ടി തിരിച്ച് റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹം, എൻ്റെ തൊട്ട് മുമ്പിലും ഞാൻ പുറകിലുമായിരുന്നു. അതിനിടയിലാണ് ഒരു ബൈക്ക്, വളരെ വേഗത്തിൽ വന്ന ബൈക്ക് അദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിച്ച് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വീഴുകയായിരുന്നു. കാലിന് 2 സർജറി കഴിഞ്ഞു. അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ അദ്ദേഹം നമ്മളോട് വസിയത്ത് ചെയ്യുന്നൊരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയാണ്. നല്ല വേദനയുണ്ട്, ആ വേദന ഒന്ന് ആശ്വാസം ലഭിക്കാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാവിധ വേദനകളും ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആ വേദനയിൽ നിന്ന് അദ്ദേഹത്തിന് ആശ്വാസം നൽകട്ടെ. ഇത്തരം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒന്നും നമ്മുടെ ദഅ്വാ പ്രവർത്തനങ്ങൾക്കൊരു വിഘാതം സൃഷ്ടിക്കേണ്ട കാര്യമില്ല. കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇത് അവരുടെ മേൽ ഉണ്ടാകുന്ന, ഇതല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ള വലിയ പരീക്ഷണങ്ങൾ അവർക്കുണ്ടായിത്തീരും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കാൻ കഴിയുന്നവരാണ് അള്ളാഹുവിൻ്റെ ഉത്തമദാസന്മാരെന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല പരീക്ഷണങ്ങളും അവരോട് ഇന്ന് നമുക്കൊരു അനുകമ്പയും അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു കഷ്ടതയുമൊക്കെ നമുക്ക് അവരോട് തോന്നുമെങ്കിലും നാളെ ആഖിറത്തിൽ വരുമ്പോൾ അവരോട് നമുക്ക് അസൂയ തോന്നുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അഥവാ അള്ളാഹുവിന് വേണ്ടി പരീക്ഷണങ്ങൾ സഹിച്ച ആളുകൾക്ക് നാളെ പാരത്രിക ലോകത്ത് നൽകുന്ന പ്രതിഫലം കാണുമ്പോൾ അവിടെ നമ്മൾ കൊതിച്ചു പോകും. ആ പരീക്ഷണത്തിന് വിധേയനായവൻ ഞാനായിരുന്നുവെങ്കിൽ, എൻ്റെ തൊലികളായിരുന്നു ഈ ദുനിയാവിൽ വെച്ച് ഛേദിക്കപ്പെട്ടത്, മുറിവേൽപ്പിക്കപ്പെട്ടത്, കഷ്ണങ്ങളായി പല കഷ്ണങ്ങളായി മുറിക്കപ്പെട്ടത് എന്ന് ആ പരീക്ഷണത്തിന് വിധേയരായ ആളുകൾക്ക് നൽകുന്ന പ്രതിഫലം കാണുമ്പോൾ നമ്മളൊക്കെ കൊതിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, അത്തരത്തിലുള്ള ആ പ്രതിഫലവും ഈ രൂപത്തിൽ നമ്മുടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന, വേദനകൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന, പരീക്ഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ആ മഹത്തായ പ്രതിഫലം പാരത്രിക ലോകത്ത് ലഭിക്കുമാറാകട്ടെ. അവരേക്ക് എല്ലാവിധ വേദനകളിൽ നിന്ന് ആശ്വാസം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. MSM എറണാകുളം ജില്ലാ സമിതി ഈ സെപ്റ്റംബർ 17 നടത്താനിരിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനത്തിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.